അല്ല, സ്വാഭാവികമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തിരുത്തലുകൾ വരുത്തി ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെ. കാരണം CPM ഇല്ലാതായാൽ ആ സ്പേസിലേക്ക് BJP കടന്നു വരുമെന്നുള്ള ഒരു മതേതര ബോധ്യമുള്ള ഒരാളുടെ ഒരു കൺസേൺ എനിക്കും ആ വിഷയത്തിനകത്തുണ്ട്. പക്ഷേ നാളിതുവരെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ CPIക്ക് അകത്ത് നടക്കുന്ന ചർച്ചയോ CPMനകത്ത് നടക്കുന്ന ചർച്ചയോ ഒന്നും അതിലൊന്നും നമ്മൾ ഭാഗവാക്കല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കൃത്യമായ ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞു, ആരും രാജി ചോദിച്ചു വരണ്ട എന്ന് പറഞ്ഞത് ആ നിയമസഭയിൽ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന് നിയമസഭാ സാമാജികന്മാരോടല്ല, അത് ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നിയമസഭാ സാമാജികന്മാരോടും അവരുടെ കക്ഷി നേതാക്കന്മാരോടുള്ള മെസ്സേജാണ് പറയുന്നത്. ഇതൊന്നും വേണ്ട ശ്രീ ഹാഷ്മി, നമുക്ക് ഈ സർക്കാരിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സർക്കാർ ഇത്രയും കാലമായി 2 തുടർച്ചയായ ടേമുകളിൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിന് ഏതെങ്കിലും കേരളത്തിനെ അടുത്ത നൂറ്റാണ്ടിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടോ? ആകെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോജക്റ്റ് തന്നെ എന്താണ്? പാവപ്പെട്ടവന്റെ അടുക്കളയിലേക്ക് അവന്റെ അനുവാദമില്ലാതെ കടന്നു ചെന്ന് അവനെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് നീക്കിയതിനു ശേഷം അനുവാദമില്ലാതെ 4 കല്ല് കൂട്ടി അടുപ്പിന്റെ നടുക്കിലേക്ക് ഇട്ടിരിക്കുന്ന പറയുന്ന നേട്ടം എന്ന് പറയുന്നത് അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എന്താ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ അവസ്ഥ? ഇവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവർ ഇനിയെങ്കിലും ഈ സ്വപ്ന ലോകത്തിൽ നിന്നും പുകഴ്ത്തുപാട്ടുകളിൽ നിന്നും മാറി യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിയേണ്ട കാര്യം, ഏറ്റവും അടിസ്ഥാനപരമായ പൊതുവിതരണ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താ? ഒന്നാമത്, പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ആവശ്യമായ സാധനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ആ ഇല്ലാത്ത സാധനങ്ങളുടെ വില വല്ലാതെ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, അതും കടന്ന് ആ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സാധനം ഇല്ല എന്ന് സത്യസന്ധമായി എഴുതി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യുന്ന അഹങ്കാരത്തിലേക്ക് ഈ സർക്കാർ പോയില്ലേ? ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിന്റെ ഒരു ഉദാഹരണം പറയാം. എന്താണ് ഇവരുടെ പ്രയോറിറ്റി? ഇവർ ഇടതുപക്ഷ സർക്കാരാണ് നമ്മളല്ലോ പറയുന്നത്. എന്ത് ഇടതുപക്ഷ മൂല്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? ഇവരുടെ പ്രയോറിറ്റി ഇപ്പൊ ഏറ്റവും ഒടുവിൽ കുവൈറ്റിൽ 50ഓളം മനുഷ്യന്മാർ അഗ്നിബാധയേറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് നേർപകുതി 25ഓളം പേർ മലയാളികളാണ്. ആ മലയാളികളായ സാധു മനുഷ്യന്മാർ ഈ നാടിന് വേണ്ടി, വീടുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ട മനുഷ്യന്മാരുടെ ചേതനയേറ്റ ശരീരം എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവര് 100-300 ആളുകളെ വിളിച്ചുകൂട്ടി മൃഷ്ടാന ഭക്ഷണം നൽകി ലോക കേരള സഭ എന്ന് പറയുന്ന പൊങ്ങച്ച സദസ്സ് നടത്തുകയല്ലായിരുന്നു അതേ സമയത്ത് ഇവർ ചെയ്തത്. ലൈഫ് മിഷൻ പ്രകാരം പുതിയ ഏതെങ്കിലും ഒരു ആപ്ലിക്കന്റിന് വീട് കൊടുക്കുന്നത് ഈ സർക്കാരിന്റെ പരിഗണനാ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ലൈഫ് മിഷനിൽ പുതിയ ആപ്ലിക്കേഷൻ ക്ഷണിക്കാതിരിക്കുമ്പോൾ തന്നെയാണ് സാധാരണ മലയാളി മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിനകത്തെ പശുക്കൾക്ക് ചുറ്റുമതിലോട് കൂടിയ കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപ മാറ്റിവെച്ചെന്നും ആ പശുക്കൾക്കൊന്ന് ചാണകം ഇടണമെങ്കിൽ ആ ചാണകം നിക്ഷേപിക്കാനുള്ള ചാണക കുഴിക്ക് 7 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്നുള്ള ദൂരത്ത് ഇവർ കാണുകയല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്ക് 62 ലക്ഷം മനുഷ്യന്മാർ ആ 7 മാസക്കാലമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ മുന്നിലൂടെയാണ് 1 കോടി രൂപ മുടക്കി ഒരു ആഡംബര അടിയന്തരാവസ്ഥയുടെ ബസ്സുമായിട്ട് വരികയാണ്. അതിന്റെയൊക്കെ പ്രഭാത ഭക്ഷണം നമ്മൾ കണ്ടതല്ലേ? കശുവണ്ടി തീയൽ എന്ന് പറഞ്ഞിട്ട് തീയല് കാണാൻ കഴിയാത്ത രീതിയിൽ കശുവണ്ടി വാരി വിതറിയിരിക്കുന്ന ആർഭാടം തൊട്ട് 4 പടിക്ക് പകരം ലിഫ്റ്റ് വെച്ചിരിക്കുന്ന ആഡംബര ബസ് വരെയുള്ള അടിയന്തരാവസ്ഥ, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ ഇവിടെ നടത്തി. ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതിഷേധിച്ച ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരോട് ഇവരെന്താ ചെയ്തത്? ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട്, പോലീസുകാരുടെ ഇരിക്കുന്ന വാക്കി ടോക്കി കൊണ്ട്, പോലീസുകാരുടെ ഇരിക്കുന്ന മുളവടി കൊണ്ട് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ജീവരക്ഷാ സേനയിൽ അംഗങ്ങളാണ്. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശിഷ്ട സേവാ പതക്കം. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒറ്റയ്ക്കൊരു സമരം നടത്തിയ, ഒരു രാഷ്ട്രീയ ഇച്ഛയുമില്ലാതെ ഒരു ഭിക്ഷാടന പോലൊരു സമരം നടത്തിയ ഒരു മറിയക്കുട്ടിച്ചേട്ടത്തി എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധിക, അവരെ അധിക്ഷേപിക്കുന്ന വെർബൽ ഡയറി നടത്തിയത് അവരുടെ കൊച്ചുമക്കളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കഴിഞ്ഞ ദിവസം ശ്രീ MP ജയരാജനെ പോലെയുള്ള പാർട്ടി നേതാക്കന്മാർ വിമർശിച്ച പോരാളി ഷാജിമാരല്ലേ? അന്ന് മറിയക്കുട്ടിച്ചേട്ടത്തിയെ ചട്ടിമറി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അവരെ പുലഭ്യം പറയുമ്പോൾ ഈ MP ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി നേതാവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നമ്മൾ കണ്ടില്ലല്ലോ. വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ ഗ്രാന്റുകളും മുടങ്ങിക്കിടക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് മുടങ്ങിയെന്ന് മാത്രമല്ല, ഉച്ചക്കഞ്ഞ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഈ സർക്കാരിന്റെ കാലത്താണ് SFIക്കാർ സിദ്ധാർത്ഥനെ പോലെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇഞ്ചിഞ്ചായി കൊന്ന് കെട്ടിത്തൂക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ആ കൊല്ലുന്ന SFIക്കാരനെ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിലൊരു സാധാരണ വീടിന്റെ മണ്ടയ്ക്ക് ചോർച്ച ഉണ്ടായാൽ അതിന് മുകളിൽ ഒരു ഷീറ്റ് ഇടണമെങ്കിൽ അതിന് വരെ പെർമിറ്റ് ഫീസും അതുപോലെ തന്നെ ടാക്സും വർദ്ധിപ്പിച്ചതിന് ശേഷം 25 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം പണിയുകയും ഈ മന്ത്രിമന്ദിരങ്ങളിൽ കർട്ടനിടാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം കാണുകയല്ലേ? ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഹാഷ്മി, നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കണം. നിങ്ങളൊരു മധ്യവർഗ സമൂഹത്തിൽപ്പെടുന്ന ആളാണല്ലോ ഞാനും നിങ്ങളുമെല്ലാം. നമ്മുടെയൊക്കെ വീട്ടിലെ കറണ്ട് ചാർജ്, KSEB ചാർജ് എത്രയാണ്?
ചമ്പൽ കൊള്ളക്കാരെ വെല്ലുന്ന രീതിയിലാണ് KSEB കൊള്ളയടിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ഈ കൊള്ളയടി നടത്തുമ്പോഴാണ് കേരളീയം എന്ന പേര് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് ചുറ്റും ഇല്ലുമിനേഷൻ ലൈറ്റ് വെക്കാൻ വേണ്ടി മാത്രം 40 ലക്ഷം രൂപ എന്റെയും നിങ്ങളുടെയും പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. പഠിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലില്ല. അവർ തിരുവനന്തപുരത്ത് നമ്മുടെ എല്ലാം മുന്നിലൂടെ അവർ ഭിക്ഷയെടുത്ത് സമരം ചെയ്തു, അവർ മുട്ടിലെറിഞ്ഞ് സമരം ചെയ്യുന്നു. കരിമഷി പോലുള്ള റോട്ടിൽ, ചുട്ടുപൊള്ളുന്ന റോട്ടിൽ പുഷപ്പ് എടുത്ത് സമരം ചെയ്യുന്ന ആ ഉദ്യോഗാർത്ഥികൾ നിൽക്കുമ്പോഴാണ് പിൻവാതിലിലൂടെ പാർട്ടി സഖാക്കന്മാർക്ക്, ലക്ഷക്കണക്കിന് സഖാക്കന്മാർക്ക് ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ നൽകിയത്. ICUവിലെ പീഡനം, ICUവിൽ പീഡനം നടക്കുന്നു എന്ന് മാത്രമല്ല, ആ പീഡനത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകയായ വ്യക്തിക്ക് അവരെ ഈ സർക്കാർ പ്രതികാര നടപടി എടുക്കുന്നു. കസ്റ്റഡി മരണങ്ങൾ സാർവത്രികമാകുന്നു. പുറത്തെന്താ പോലീസിന്റെ പണി? പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ, ശ്രീ പിണറായി വിജയന്റെ കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടാ മാഫിയ നേതാക്കന്മാരുടെ മാഫിയ സൽക്കാരങ്ങളിൽ പോയിരിക്കുമ്പോൾ ഇവിടെ ഗുണ്ടകൾ നമ്മുടെയൊക്കെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ് ഇങ്ങനെ യഥേഷ്ടം വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള തിരുത്തലുകളാണ് CPM വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ തിരുത്തിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഒക്കെ തിരുത്തിയിട്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ശ്രീ പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്നിട്ടുള്ള വെർബൽ ഡയറിയെ നിങ്ങൾ എടുത്തു നോക്കൂ. അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ, അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആളുകളെയൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. കാലം കാത്തുവച്ച ജനനേതാവാണ്, സൂര്യ തേജസ്സാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പാടി പുകഴ്ത്തിയ നമ്മുടെ പത്തനംതിട്ടക്കാരനായ കൂർലോസ് തിരുമേനി, പത്തനംതിട്ടയിലാണല്ലോ അദ്ദേഹത്തിന്റെ ആശ്രമമുള്ളത്, ആ കൂർലോസ് തിരുമേനി ഈ സർക്കാരിനെ ഒന്ന് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് വിവരദോഷി എന്നാണ്. ഇനി പരനാറി പ്രയോഗം ആവർത്തിക്കുന്നു, കുലംകുത്തി പ്രയോഗം ആവർത്തിക്കുന്നു, നികഷ്ടജീവി പ്രയോഗം ആവർത്തിക്കുന്നു. അപ്പൊ തന്റെ നാവിൽ നിന്ന് വരുന്ന അബദ്ധജടിലമായ വെർബൽ ഡയറിയ പോലും തിരുത്തുവാൻ തയ്യാറാകാത്തൊരു മുഖ്യമന്ത്രി, ഒരു ഏകാധിപതി ഏത് തരം തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് നിങ്ങൾ പറയുന്നത്? ഇന്നത്തെ ദിവസം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തിരുത്തൽ വരുത്തുന്ന ഒരു പ്രസ്ഥാനമാണോ? ഇന്ന് ഒരു പെൺകുട്ടിയുടെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. എന്താ? കണ്ണൂരിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തേങ്ങയാണെന്ന് പറഞ്ഞ് എടുത്തത് ബോംബായി പോയി. ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബോംബ്, ആ ബോംബ് പൊട്ടിത്തെറിച്ചൊരു മനുഷ്യൻ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. അപ്പൊ വീടുകളുടെ വളപ്പിൽ സാർവത്രികമായി ലഭിക്കുന്ന രീതിയിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണോ നമ്മൾ തിരുത്തൽ വരുത്തുമെന്ന് പറയുന്നത്? ഇതുപോലെ ഇരട്ടത്താപ്പുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു? കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. രാഹുൽ ഗാന്ധിക്ക് പഴയൊരു പേരുണ്ട്. ഏതാ? രാഹുൽ ഗാന്ധിയെ സൈബർ ഹാൻഡിലുകളും നരേന്ദ്രമോദിയും പപ്പു എന്ന് വിളിച്ചിരുന്ന പേര്, ആ പേര് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആവർത്തിച്ചിട്ടില്ല, അമിത്ഷാ ആവർത്തിച്ചിട്ടില്ല. കാരണം ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറിയെന്ന് സെൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും രാഹുൽ ഗാന്ധി അത്തരത്തിൽ അധിക്ഷേപിക്കുവാൻ അവർ തയ്യാറായില്ല. BJP ഹാൻഡിലുകൾ സംഘപരിവാർ കൊണ്ടുവന്ന ആ ചാർത്തി കൊടുത്ത പട്ടം ഇത്തവണ അതിന്റെ വക്താവായി മാറിയത് ആരാണ് ശ്രീ ഹാഷ്മി? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു MLA ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ DNA എന്ന് പറയുമ്പോൾ ആരുടെ DNA? ശ്രീ രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വിദേശ നയത്തിന് വേണ്ടി രക്തസാക്ഷി ആകേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഈ രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ മകന്റെ DNA പരിശോധിക്കണമെന്ന് പറയുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചില്ലേ? ആ MLA ശ്രീ പിണറായി വിജയൻ താക്കീത് കൊടുത്തു. ഉല്ലിങ്ങിച്ചിരിക്കല്ലേ ചെയ്തത്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ MLA പ്രോത്സാഹിപ്പിച്ചു. ആ MLAയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 59,000 വോട്ട ജനങ്ങൾ മുഖത്തടിച്ചു കൊടുത്ത കാര്യ ഞാൻ പറഞ്ഞത്. പിന്നെ 2, കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ BJP അവർക്ക് വിമർശിക്കേണ്ട. ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. ഏത്? രാജ്യം മുഴുവൻ സമരം ചെയ്തൊരു പാർട്ടിയുടെ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് കേരളത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ അതാ പറഞ്ഞത്, ഇരട്ടത്താപ്പെന്ന്. കേരളത്തിൽ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ആദ്യം കേസെടുത്തത് യോഗി ആദിത്യനാഥ് അല്ല, മനോഹർലാൽ ഖട്ടർ അല്ല. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിനെതിരായിട്ട് ആദ്യ കേസെടുത്തത് പിണറായി വിജയനാ. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം നടത്തുന്ന ആളുകളുടെ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് ഒരാളുടെയെങ്കിലും കേസ് പിൻവലിച്ചിട്ടുണ്ടോ ശ്രീ ഹാഷ്മി? അങ്ങനെ ഇരട്ടത്താപ്പുകൾ കേരളത്തിലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ഏറ്റവും ഒടുവിൽ കാഫിർ വരെയുള്ള പ്രയോഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകരാണെന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളുകൾ, ഇത്ര വലിയ മുസ്ലിം വിരുദ്ധർ വേറെ ഉണ്ടോ കേരളത്തിൽ? ശ്രീ E. അഹമ്മദ് സാഹിബ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ശ്രീ E. അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി 1ാം UPA സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, തലമുതിർന്ന നേതാവ്, ആ കാലഘട്ടത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ മുറിവ് എന്നാണ്. ഏത്? ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലൊരു സെക്കുലർ പാർട്ടി, ആ പാർട്ടിയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഒരു MP കേന്ദ്രമന്ത്രിയായപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ മുറിവ് എന്ന് പറഞ്ഞത് കേരളത്തിലെ RSSന്റെ ഏതെങ്കിലും നേതാവല്ല, ശ്രീ VS അച്യുതാനന്ദ. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം നാമധാരിയായ ശ്രീ ഷാഫി പറമ്പിലിനെ പോലെ അങ്ങേറ്റം ക്രെഡൻഷ്യലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായം മാത്രം തിങ്ങിപ്പാർക്കുന്ന പാലക്കാടിന്റെ MLA ആയി കടുത്ത വർഗീയത പറയുന്ന കാലത്ത് പോലും ആ സെക്കുലർ ഫയർ ബ്രാൻഡായ ഒരു നേതാവിനെ, അടുത്ത തലമുറയുടെ നേതാവിനെ ഇവർ നാമത്തിന്റെ പേരിൽ, മുസ്ലിം നാമധാരിയുടെ പേരിൽ ഇവർ ചാപ്പ് കുത്തി കാഫർ പ്രയോഗവുമായിട്ട് വന്ന് വർഗീയവൽക്കരിക്കുവാൻ ശ്രമിച്ചില്ലേ? അതടക്കമുള്ള ഏത് കാര്യത്തിനകത്താണ് ഇവർ തിരുത്തൽ വരുത്താൻ നടത്തുന്നത്? ഇപ്പൊ ഈ തിരുത്തൽ വരുത്തുന്നു എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇരുന്നുകൊണ്ടല്ലേ പാർട്ടിയെ ശ്രീ പിണറായി വിജയനെ വിമർശിച്ച ശ്രീ G സുധാകരനെ പോലെ ആലപ്പുഴയിൽ ശ്രീ G സുധാകരനോട് രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ, അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കേരളത്തിൽ ശ്രീ പിണറായി വിജയനെതിരായി രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള CPMന്റെ പ്രവർത്തകർ, ആ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ വക്താവാണ് ശ്രീ G സുധാകരൻ. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി പശ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ചുവടെഴുതുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ, കൊടി പിടിച്ചും മുട്ടു ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകൻ, അവൻ സ്വർണ്ണക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, അവൻ EMCC അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടോ, പമ്പയിലെ മണലെടുത്ത് കടത്തുവാൻ വേണ്ടിയിട്ടോ, മാസപ്പടി വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കരിമണൽ കോഴ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, സ്വർണം കടത്തുവാൻ വേണ്ടിയിട്ടോ, എന്തിനേറെ പറയുന്നു ഭക്ഷ്യക്കിറ്റിനകത്തെ പർപ്പിടകത്തിന് വരെ കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കോവിഡ് കാലത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സഖാക്കളോട് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ പറയുന്ന രീതിയിലൊക്കെ ചേർന്ന് സഖാക്കൾ പ്രതികരിക്കുന്നു. പറഞ്ഞു ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒറ്റ വാചകയുള്ളൂ. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകന്റെ വക്താവായി ശ്രീ G സുധാകരൻ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശ്രീ സലാം, അദ്ദേഹം ശ്രീ G സുധാകരനെ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ വിളിച്ചത് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ശ്രീ G സുധാകരനെ അവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടില്ല, അവിടുത്തെ BJPക്കാർ വിളിച്ചിട്ടില്ല, അവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാർ വിളിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗം അവിടുത്തെ ഏറ്റവും തലമുതിർന്ന CPMന്റെ നേതാവിനെ വിളിക്കുന്ന തരത്തിൽ ആ പാർട്ടി മാറുമ്പോൾ എന്ത് തരം തിരുത്തലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തിരുത്തൽ വരുത്താനാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് സത്യസന്ധത, തിരുത്തൽ വരുത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സത്യസന്ധതയാണ്. രണ്ട് കാര്യങ്ങൾ ശ്രീ അസ്കർ, എനിക്ക് വലിയ ബഹുമാനമുള്ള എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞതിനകത്ത് തിരുത്തലുകൾ വരുത്തട്ടെ. ഒന്ന്, ഇവർ പറഞ്ഞു ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നമ്പർ 1 രംഗമായി കേരളത്തിലെ ആരോഗ്യരംഗം മാറ്റുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകാപരമാണ്, എനിക്ക് തർക്കമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ശ്രീ ഹാഷ്മി, ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ കാര്യത്തിലേക്കുള്ളത്? ഇത് കാലാകാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ ഭാരതത്തിന് മുൻപ് കൊളോണിയൽ കാലഘട്ടം തൊട്ട് ഇവിടെ ട്രാവൻകൂർ മോഡലും മലബാർ മോഡലും ഉണ്ടായിരുന്നു ഹെൽത്ത് കെയറിനകത്ത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും നേട്ടമായിട്ടുള്ള ഒരു ആരോഗ്യ രംഗത്തെ മുന്നേറ്റം ഈ സർക്കാരിന്റെ ക്രെഡിറ്റിൽ എങ്ങനെ ഇവർ കൊണ്ടുവയ്ക്കാൻ കഴിയുക? ഇനി മാത്രമല്ല ഇവരുടെ സംഭവിച്ചത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കേരളം, ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയും കേരളവും തമ്മിലുള്ള കോവിഡ് രോഗികളുടെ ആകെ എണ്ണ വ്യത്യാസം 9 ലക്ഷമാണ്. പക്ഷേ ജനസംഖ്യയിലെ വ്യത്യാസം 10 കോടിയുടെ വ്യത്യാസമുണ്ട് മഹാരാഷ്ട്രയും കേരളവും തമ്മിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് രോഗികൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പെർ ഡേ കേസുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പൊ കോവിഡ് ആരോഗ്യരംഗം ആകെ പൊളിഞ്ഞ് പാളിസായി. നിപ്പയുടെ ഫസ്റ്റ് കോണ്ടാക്റ്റിലും സെക്കൻഡ് കോണ്ടാക്റ്റിലുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. ആ ബാധിച്ച ആളുകളെല്ലാം കൊല്ലപ്പെടുന്നതിനെയാണോ ഇവർ പ്രതിരോധം എന്ന് പറയുന്നത്? ആരോഗ്യരംഗത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുന്നിലേക്ക് നമ്മൾ പോയെങ്കിൽ അത് ഏതെങ്കിലും സർക്കാരിന്റെ ഗുണമല്ല, ഒരു തർക്കമാക്കരുത്തില്ല. അത് കാലാകാലങ്ങളിലെ സർക്കാരുകൾക്ക് എന്താണ് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് കേരളത്തിന്റെ ഒരു തനത് സ്വഭാവമാണ്. ഞാൻ അസ്കർ ഈ ഇടതില്ലെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കമന്റിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കൗതുകമാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം
ഈ രാജ്യത്ത് ബംഗാളിലോ ത്രിപുരയിലോ രാജസ്ഥാനിലോ അടക്കം CPM-ന്റെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാം പോട്ടെ, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ദിണ്ടുകളിൽ പോലും ഒന്ന് പ്രചരണത്തിന് പോകാത്ത വിദേശ ടൂറിനെ പറ്റി പോയതിനെ പറ്റി വിമർശിക്കാൻ ആർജവമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ തിരുത്തലുകൾ നടത്തുകയുള്ളൂ. താഴെത്തട്ടിലെ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് ചോദിക്കുവാൻ അധികാരമോഹമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയുന്നില്ല.